എല്ലാവരും ചായ എല്ലാം കുടിച്ചോ? അതാ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി കളിക്കുന്നത്. കുറച്ച് ബൈദോയിന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ചായക്ക് എന്തെന്ന് അറിയാം, നെയ്പ്പത്തിൽ. അതാണ്ടോ നെയ്പ്പത്തിലും ചിക്കൻ കറിയും. ചിക്കൻ കറി ഇന്നലെ രാത്രി ആക്കിയേട്ടാ. അതിൻ്റെ ഒരു കഥ കേൾക്കണം നിങ്ങൾക്ക്. ഞാൻ അന്നൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടാകുമ്പോൾ അതിൽ ചിക്കൻ കറി കാണിച്ചിട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞപ്പോൾ അത് ചെയ്താണിക്കറോന്ന്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല ചിക്കൻ കറി വെക്കുമ്പോൾ വീഡിയോ പിടിക്കാം. ഇപ്പം കുറച്ച് പഠിച്ചുവല്ലോ അപ്പോൾ ആ വീഡിയോ എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്, ചെയ്യുന്നതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു പിടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്താക്കി പറഞ്ഞാലില്ലേ, ഇത് രാത്രി 7:30 കഴിഞ്ഞ്. അപ്പൂലേ ഇത് എന്താക്കി പറഞ്ഞാൽ വേഗം എല്ലാത്തിനും പഴിച്ചിട്ട് ചെയ്യുന്നില്ല. അപ്പം എന്നോട് പിള്ളേർ പറഞ്ഞു ഇപ്പം അമ്മ ഒരിക്കൽ വേഗം ഒരിക്കൽ ആക്കി തന്നേന്ന്. അപ്പം ഞാൻ ചെയ്ത് ഒരിക്കൽ പിടിക്കുകയും ചെയ്യാലോ. അപ്പം ഒരു കൈ കൊണ്ട് ഫോണും പിടിക്കണം, മറ്റേ കൈ കൊണ്ട് ഇളക്കുകയും വേണം. അപ്പം അപ്പി പറഞ്ഞു നെയ്പ്പത്തിലും വേണം എന്ന് പറഞ്ഞു. ഇത് ഇന്നലത്തെ നെയ്പ്പത്തിലൊന്നല്ല കേട്ടോ, ഇത് ഇന്നത്തെ നെയ്പ്പത്തിലാണ്. ഇന്നലെ നെയ്പ്പത്തിലാക്കി, അതിൻ്റെ ഒന്നും ആക്കിയിട്ടുണ്ടതാ. ഇന്നലത്തെ നെയ്പ്പത്തിൽ ഇതിങ്ങനെ ഉടഞ്ഞു. അപ്പോൾ ഒരു ഭാഗത്ത് നെയ്പ്പത്തിൽ തീമാച്ചിനി ഉരുളിയിൽ, ഒരു ഭാഗത്ത് കറി തീമാച്ചിനിപ്പാ. അപ്പോൾ ബഗിടായത് എന്താ പറഞ്ഞാൽ അതിൻ്റെ അടിയില്ലേ ചിക്കൻ കറിയുടെ അടി കത്തി. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ അടിച്ചിട്ട് വെറുതെ ആവൂലേ, എന്നിട്ട് ഞാനത് ഇടാത്തത്. അങ്ങനെ കത്തി പറഞ്ഞാൽ ഈ ഉരുളിയിൽ ഞാൻ എന്താക്കി പറഞ്ഞാൽ ഈ നെയ്പ്പത്തിലാക്കുന്നത്. അപ്പോൾ ഉരുളിയിൽ നെയ്പ്പത്തിലാക്കുന്ന സമയത്ത് അതിൽ ചിക്കൻ കറി അതിനോ കത്തണ്ടില്ല. അപ്പോൾ ഇപ്പുറം സ്റ്റീൽ പാത്രം തീമാച്ചിയ ചിക്കൻ കറിയാക്കാൻ വേണ്ടി അതിൽ ഇട്ടിട്ട് ഇളക്കുമ്പോൾ ആദ്യം തന്നെ അത് ഇങ്ങനെ കത്തി. ഞാൻ ഇടാട്ടോ, അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ ഇടാം, നിങ്ങൾ ഒന്ന് കണ്ടോക്ക്. അപ്പം എന്നിട്ടില്ലേ പകുതിക്കെത്തുമ്പോൾ ഞാൻ എന്താക്കി പറഞ്ഞാൽ ഉരുളി ഇത് ചുട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉരുളി ഇപ്പുറം തീമാച്ചിട്ട് എന്നിട്ട് അതിലത്തേക്ക് അത് ചെരിഞ്ഞു. എന്നിട്ട് ചെരിഞ്ഞിട്ട് അതിലിട്ടിട്ട് ഇളക്കി ഞാനിട്ട് അങ്ങനെ കറിയാക്കിയത്. അങ്ങനെ എന്തത് മണമൊന്നുമില്ല, അത് ഇങ്ങനെ കത്തിയിട്ടാകുമ്പോൾ മണക്കൂലേ. അപ്പം അങ്ങനത്തെ മണമൊന്നുമില്ല, എന്നാലും ചെറുങ്ങനെ കത്തിയത്. അപ്പം വീഡിയോയിൽ അത് കാണുന്നുണ്ടല്ലോ, അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് ഞാൻ ഇടാട്ടോ, നിങ്ങൾ നോക്കി നോക്ക്. അപ്പോൾ ഇതെങ്ങനെ അറിയാക്കല്ലേ, ഇത് ഞാൻ ചെറിയ റവയില്ലേ, കുഞ്ഞ് റവയില്ലേ അപ്പം ആ റവ കൊണ്ടാക്കിയത്. വെറും ഒരു പാത്രത്തിൽ ഈ റവ എടുത്തിട്ട് ഒരു 1/2 കിലോ പോലെ റവ കൊണ്ടുവന്നിന്. അതിൽ ഞാൻ പകുതി കൂട്ടിന്, 1/4 കിലോ പോലെ അല്ല അതിൽ കൂട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ ഉപ്പ് ഇട്ടിട്ട് ചൂട് വെള്ളവും പൊറിഞ്ഞിട്ട് പിന്നെ അരമുറി തേങ്ങയും ഞാൻ അരച്ചിട്ട് അതിലേക്ക് കൂട്ടിയിട്ട് കുഴച്ചു. നല്ല പാങ്ങിട്ട് കുഴച്ചിട്ടാകുമ്പോൾ ചൂടുവെള്ളം പുറത്താകുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. ഇങ്ങനെ കുഴച്ചിട്ട് ചെറിയ ഉണ്ടയാക്കിയിട്ട് ഞാൻ എന്താക്കല, നമുക്ക് പരത്തുന്ന ഇതൊന്നുമില്ല. അപ്പം ഞാൻ എന്താക്കുക പറഞ്ഞാൽ എണ്ണേരെ കൊട്ടയില്ലേ, ആ എണ്ണേരെ കൊട്ടയിൽ വെച്ചിട്ട് പാത്രത്തോണ്ട് അമർത്തിയിട്ട് ഇതുപോലത്തെ നെയ്പ്പത്തില ഇടും. അങ്ങനെ ഞാൻ ചായ കുടിക്കാലോ പറഞ്ഞിട്ട് കഥയും പറഞ്ഞു അതിൻ്റെ ഇടക്ക്.